ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇതൊരു വീക്കെൻഡ് വ്ളോഗിലേക്ക് ഞാൻ കിടക്കാൻ പോവാ കേട്ടോ. സമയം ഒരു 9:30 കഴിഞ്ഞ്. ഇന്ന് ആക്ച്വലി ഞാൻ ബർമിംഗം പോവാട്ടോ എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ ജോയിൻ ചെയ്തൊരു വ്ളോഗ് ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എണീറ്റ് ജസ്റ്റ് എൻ്റെ മോർണിംഗ് റുട്ടീനെല്ലാം കഴിഞ്ഞ് ഇരിക്കണേ ഉള്ളൂ. എനിക്കിനി കുളിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഞാൻ ലോണ്ട്രി ഡ്രയറിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റാക്കി ജസ്റ്റ് ഒരു ചെറിയ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് പോകാനായിട്ട്. അതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും സുഖമായിട്ട് ഇരിക്കണോ? കഴിഞ്ഞ 2 വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാനായിട്ട് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അത് കുറച്ച് പ്രാക്ടിക്കലി പോസിബിൾ ആവുന്നില്ല ബിക്കോസ് ഓഫ് വർക്കെല്ലാം കൂടെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവുന്നു. പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇതുപോലെ വീക്കെൻഡ്സിനൊക്കെ എനിക്ക് ഓഫ് കിട്ടുമ്പോഴത്തേക്കും അങ്ങനെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു വ്ളോഗ് ഞാൻ ചെയ്യാനായിട്ട് ഞാൻ നോക്കാം. സോ സാറ്റർഡേ മാത്രമായിട്ട് എനിക്കൊരു വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. സോ ഞാൻ സാറ്റർഡേ സൺഡേ കമ്പൈൻ ചെയ്തൊരു വീക്കെൻഡ് വ്ളോഗ് ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും പോണ വഴിയുള്ള വിശേഷങ്ങളും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഞാൻ ഇവിടെ ഒരു പീനട്ട് ബട്ടർ സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് റെഡിയായി നിൽക്കും കേട്ടോ. ഞാൻ കോഫിയൊക്കെ ഉണ്ടാക്കി. ഇനി ഒരു സാൻഡ്വിച്ച് കൂടി ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഞാൻ എൻ്റെ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പേർലി മണി ഷോ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. അതിന് ഓടിപ്പോയി ഒരു കുളിയും പാസ്സാക്കി എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിലേക്ക് കടന്നു ഞാൻ. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഓർത്ത് എൻ്റെ വണ്ടി വരാനുള്ള സമയം ആവാറായിട്ടുണ്ട്. എനിക്ക് ഒരു 18 മിനിറ്റോളം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയി റെഡിയാക്കി ആവാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. അതുകൊണ്ട് വേറെ വീഡിയോസ് ഒന്നും ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ ഡ്രയറിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ലോണ്ട്രി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നനവ് പോയോ എന്ന് പോലും എനിക്ക് നോക്കാനുള്ള സമയവും പേഷ്യൻസ് ഒന്നും ഉണ്ടായില്ല. വേഗം എല്ലാം പറക്കി എടുത്തിട്ട് ഞാൻ പിന്നെ ഉണ്ടാക്കി വെച്ചല്ലേ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്തിട്ട് വേഗം കഴിക്കാനിരുന്നേ. എൻ്റെ സാൻഡ്വിച്ച് സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പഴവും പീനട്ട് ബട്ടറൊക്കെ വെച്ചിട്ടുള്ള സാൻഡ്വിച്ച്. സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓട്ടമായിരുന്നു, റഷായിരുന്നു കേട്ടോ. ഈ പോകുന്ന വഴി കാണാൻ ഭയങ്കര രസമാണ്. ഒരടുത്തൊരു പാർക്കും പിന്നെ നമുക്കൊരു വാക്ക് ഏരിയ പോലെയൊക്കെ നടന്നു പോകാനുള്ളൊരു സ്ഥലമൊക്കെയാണ്. നല്ല രസം. ഇവിടെ ഈവനിങ്സിലൊക്കെ ഇടയ്ക്ക് ഞാൻ വന്നിരിക്കാറുണ്ട് കേട്ടോ, ഇവിടെ സൺസെറ്റ് സമയമാകുമ്പോഴത്തേക്കും. അങ്ങനെ ഞാൻ ഫൈനലി ട്രെയിൻ കയറി. ആ പോകുന്ന വഴി എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയാമോ. ഇത് റേപ്പ് സീഡിൻ്റെ പ്ലാന്റ്സ് ആട്ടോ. അത് ഫുള്ള് ഫീൽഡിൽ. അങ്ങനെ ഞാൻ ബർമിംഗം എത്തി. ഇത് ഞങ്ങളുടെ ട്രെയിൻ സ്റ്റേഷനാണ്. അവിടെ നിന്ന് ഞാൻ നേരെ മാർക്സ് ആൻഡ് സ്പെൻസറിലേക്ക് പോയി ചുമ്മാ ഒരു കുട്ടി ഷോപ്പിംഗ് നോക്കാമെന്ന് ഓർത്ത് പോയതാണ്. ഇത് ബുൾറിംഗ് എന്ന് പറയും. ഞങ്ങളുടെ ഇവിടെ എല്ലാ ഷോപ്പിംഗ് സ്പേസും ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ ഓരോ കടയിൽ ഇങ്ങനെ കയറി ഇറങ്ങി ഞാൻ ഫൈനലി H&M കയറി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് ട്രയൽ നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ കയറി. ഈ ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. അത് കഴിഞ്ഞ് ഞാൻ സാറയിൽ പോയി. എനിക്ക് സാറയുടെ ഇൻറ്റീരിയർ ഭയങ്കര ഇഷ്ടം. ഇവർ ആ പ്ലേസ് ചെയ്തേക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് പുതിയ സ്റ്റോറാട്ടോ ഇവരുടെ. ബുൾറിങ്ങിൽ പഴയ ഇവിടെയായിരുന്നു അവരുടെ സ്റ്റോറ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവരകത്തേക്ക് വേറെ മാറ്റിയതാട്ടോ. പിന്നെ ഫൈനലി കുറേ വീക്സ് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഫൈനലി ബസ് കയറി കേട്ടോ വീട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഞാൻ ഫൈനലി ഇവിടെ എത്തിയിരിക്കുക. എനിക്ക് എന്ത് സന്തോഷമായെന്നറിയാം. ഒരു 3 വർഷമായിട്ട് ഞാൻ താമസിച്ചൊരു വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എല്ലാവരും ഓരോ വഴിക്ക് ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് പതുക്കെ വൈകുന്നേരം ആയപ്പോൾ ഒന്നുകൂടെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് ഓർത്തു. ഇവളായിരുന്നു എൻ്റെ പഴയ റൂംമേറ്റ്. അവളുടെ ഒപ്പം ഞാനപ്പോൾ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയേക്കുക. ഞങ്ങൾ ചുമ്മാ ഓരോ കടകളിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി അതും ഇതൊക്കെ ചുമ്മാ നോക്കി നടക്കാൻ ഒരു രസമല്ലേ. അതുകൊണ്ട് അങ്ങനെ പോയേക്കുമായിരുന്നു. എന്നിട്ട് അവിടെ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ പറക്കിയെടുത്ത് ഞങ്ങൾ നോക്കുമായിരുന്നു. ഈ കടയിലൊക്കെ കയറിയപ്പോഴത്തേക്കും എന്തൊക്കെയോ ഭയങ്കര കണ്ട സാധനങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് ഒന്നുകൂടി ഭയങ്കര പുതുമയായി തോന്നി. ഇത് വേറൊരു ഷോപ്പാട്ടോ. ഈ ഷോപ്പിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. എന്ത് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണെന്നറിയോ അവരവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്. കുറേ ആൻറ്റീക്ക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, ഭയങ്കര മോഡേൺ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. എന്ത് വേണം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ കുറേ തവണ പോയിട്ടുണ്ടെങ്കിലും ഈ ഷോപ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇത് പുതിയതായിട്ട് എങ്ങാണ്ട് അവർ ആഡ് ചെയ്തൊരു ഷോപ്പാട്ടോ. അപ്പോൾ ഓരോ സാധനങ്ങൾ നമുക്ക് കാണുമ്പോഴത്തേക്കും വല്ലാത്തൊരു അത്ഭുതമൊക്കെ തോന്നുമായിരുന്നു. കുറേ
എനിക്കറിയില്ല എങ്ങനെ അത് പറഞ്ഞറിയിക്കണം. ഞങ്ങൾ ആ കടയിൽ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ചുമ്മാ സ്പെൻഡ് ചെയ്തു. പിന്നെ അവർ ഈസ്റ്ററൊക്കെ കഴിഞ്ഞേക്കുന്നതുകൊണ്ട് കുറേ ഈസ്റ്റർ സെയിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഭയങ്കര റിഡക്ഷൻ നടക്കുമായിരുന്നു കേട്ടോ. അപ്പം എന്തെങ്കിലും മേടിക്കണം എന്ന് ഭയങ്കര കൊതിയായിരുന്നേ. ഞാൻ ഈ ഒരു സാധനം മേടിച്ച്, ഒരു കുട്ടി വീടിൻ്റെ മിനിയേച്ചർ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ലോണം ലേറ്റായി. പിന്നെ ഞങ്ങൾക്ക് വിശന്ന് പൊരിഞ്ഞ് ഇരിക്കുമായിരുന്നു. ഞങ്ങളൊരു ഔട്ട്ഡോർ സ്പേസ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കയറി. ഇത് JD വെതർസ്പൂൺ എന്ന് പറയും. UK ഒട്ടുമിക്ക സ്ഥലത്തും ഉള്ളൊരു ഫ്രാഞ്ചൈസി ആട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഡ്രിങ്കൊക്കെ പറഞ്ഞ് കുറേ ഫുഡിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. വിശന്ന് പൊരിഞ്ഞു ആ സമയമായപ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് എത്തി. പിസ്സ വന്നു, ഷവർമ റോള് വന്നു, വിങ്സ് വന്നു, സ്ട്രിപ്സ് വന്നു, എൻ്റെ കാറ്റ്സു കറി വന്നു. എല്ലാം ഏതിന് തുടങ്ങണം, എന്ത് കഴിക്കണം എന്ന് ഒരു ഐഡിയ ഉണ്ടായില്ല. അങ്ങനെ ഞാൻ പിസ്സ കഴിക്കുക കേട്ടോ. നല്ല ഫുഡാണ്, ബേസിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റിയുമാണ്, ചീപ്പറുമാണ്. ഇത് സെക്കൻഡ് ഡേ. അങ്ങനെ സൺഡേ മോർണിംഗ് ആയി. എന്ന് നല്ല ബ്യൂട്ടിഫുൾ വെതറായിരുന്നു എന്നറിയാമോ. എനിക്ക് ഇങ്ങനെ ഭയങ്കര വെയിലും വെളിച്ചമൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സുഖം തോന്നും കേട്ടോ. അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് പോകാൻ തോന്നും. ഞങ്ങൾ അങ്ങനെ പിന്നെയും പുറത്തിറങ്ങി. ഞാനുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കൂടെ. വെറുതെ ഒന്ന് കറങ്ങാമെന്ന് ഓർത്തു. ഇന്നാട്ടോ ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പം അതിന് മുന്നേ ഞങ്ങൾ ഒന്നുകൂടെ പോയി ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. ഞങ്ങൾ മെക്ഡിയിലൊക്കെ കയറി. ഞങ്ങൾ ടിപ്പിക്കലി കഴിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ കഴിച്ചേ. ബർഗേഴ്സ്, ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ചില്ല് ചെയ്തിരുന്നു. അങ്ങനെ ഒരു അടിപൊളി വീക്കെൻഡെല്ലാം കഴിഞ്ഞ് സങ്കടത്തോടെ ഞാൻ തിരിച്ചു പോകാൻ വണ്ടി കയറാൻ വന്നേക്കുവാണ്. എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ എന്നെ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ തിരിച്ചു വന്നു. ഭയങ്കര ടയർഡായിപ്പോയി. ട്രെയിനിൽ ഭയങ്കര റഷായിരുന്നു. ഇങ്ങോട്ടേക്കുള്ള ട്രെയിൻ വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കണം. എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുക, വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് ഫുഡ് കുറച്ചുണ്ടാക്കി അടുത്ത വീക്കിലേക്കുള്ള സെറ്റപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ എൻ്റെ ഈ വീക്കെൻഡ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.